അല്ലാണ്ട് നമ്മളാരും പൂർണ്ണരായിട്ടല്ലല്ലോ ഓരോ സംഗതിയും ചെയ്യണം. അപ്പൊ എല്ലാവരുടെ കിച്ചണിലും ഓരോ രീതിയിലല്ലേ പാചകങ്ങൾ. മുട്ടയെങ്കിലും ഒന്ന് കിട്ടിയാ വേറൊരു കാര്യം, അതിലൊക്കെ പ്രധാനമുള്ളൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചില്ല. ഒരു ആന്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവന്ന ആ വെളുത്ത സ്ലൈസർ ഇല്ലേ അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ഞാനത് ഇടാത്ത, അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചിപ്സ് വർക്കർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇടാത്ത എന്താന്ന് വെച്ചാ അതിന് മുമ്പെടുത്തൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഇടാത്ത. എന്നാലും ഉടനെ തന്നെ വേഗം ഇടാട്ടോ. ഞാൻ പറയാം, ഞാൻ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ഇവളോട് പഴയ സ്ലൈസർ തേടി ഈ ഫോമിലയങ്ങി അതിലുമൊക്കെ വറവലിന് പറ്റൂല എന്ന് പറഞ്ഞു. ഇവിടെ വേറെ സ്ലൈസർ ഇരിപ്പുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ വരും, കാണിച്ചിട്ടുണ്ട്. ആ സ്ലൈസർ ഞാൻ പറഞ്ഞില്ലേ ഡയഗണൽ അല്ല, അതില് അരിയാൻ പറ്റൂല, ഭയങ്കര കടുപ്പാ, ചുരണ്ടി എടുക്കാനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരെണ്ണം അടുക്കള ഷോപ്പിലൊക്കെ ഒന്ന് കയറി നോക്കി. 2-3 ഷോപ്പുകൾ ഞങ്ങൾ കയറണതുണ്ട് എറണാകുളത്ത്, അവിടേക്ക് ഒന്ന് കയറി നോക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അവള് മേടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൾ ഒരു ദിവസം പോയിച്ചു വന്നപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അവള് സാധാരണ കടയിൽ കയറണത്. അപ്പൊ അന്നേരം അവൾ അവിടെ നിന്ന് മേടിച്ചു. ആ വെള്ളിയാഴ്ച തന്നെ പകല് പുറത്തു പോയപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ സാധാരണ ഷോപ്പിൽ ഷൈനിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കുറേ വേറെ രീതിയിലുള്ള ഇവിടെ ഇരിക്കുന്നതൊക്കെ കാണിച്ചപ്പോൾ അതല്ല, ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെയുള്ള വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അവിടുത്തെ ഓണർ പിള്ളേരോട് പറഞ്ഞ് ബോക്സിലുള്ളത് എടുത്തുകൊണ്ട് വന്ന് പല പല ബ്ലേഡുകൾ മാറിയിടുന്നത്. ഇവള് മേടിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരം കുറെ ബ്ലേഡുകൾ മാറിയിടാം. പക്ഷെ എനിക്ക് ആ ഡയഗണൽ ഷേപ്പിലുള്ള 2 ബ്ലേഡ് അതിൽ സെറ്റ് ചെയ്യാവുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ മൂർച്ച പോയി അടുത്തത് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വേറെ എങ്ങും ഒന്നും ഈ ഷേപ്പിലുള്ളത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് അടിച്ചെടുത്തു. അവിടെ നിന്ന് അടിച്ചെടുക്കുമല്ല, മേടിച്ചു അവരോട്. 245 ഒറ്റ 240 245 ഒറ്റ റേറ്റിന് മേടിച്ചു. 40 ആന്ന് തോന്നുന്നത്, 240. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്ത് കഴിയുമ്പോ പറയാട്ടോ. അപ്പൊ അന്ന് തന്നെ വൈകിട്ട് അവള് വന്നപ്പോ അവള് ഇത് അടുക്കളയിൽ കയറി അടുക്കള ഷോപ്പിൽ നിന്ന് ഇത് മേടിച്ചുകൊണ്ട് വന്നു. അത് നല്ല കട്ടിയുണ്ട്. അത് പിടിച്ചേച്ച് ഞങ്ങളൊരു അരിഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫ്രൈ ചെയ്യണതിൻ്റെ എടുത്തിട്ടുണ്ട്. അതങ്ങനെ കട്ടിയുള്ളത് കൊണ്ട് മുറുക്കി പിടിക്കാം, ഒടിയൂല, വളരെ നല്ലതാട്ടോ. അപ്പൊ ഈ എക്സിബിഷനൊക്കെ സാധാരണ ഇങ്ങനെ സ്ലൈഡിങ്. പിന്നെ ഷൈനിൽ ഈ മരത്തിന്റെ ഇരിപ്പുണ്ട്, അന്നേരം അതെന്നാന്നോ എപ്പോഴും അടിയിൽ നട്ട് ഇങ്ങനെ സ്ലോപ്പ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനൊന്നുള്ള ക്ഷമ എനിക്കില്ല. തന്നെയല്ല, എനിക്ക് അങ്ങനെ ഏത് നേരവും തിരിച്ചതൊന്നും ചെയ്യാനൊന്നും അറിയാനും മേല, അതും പറയാലോ. ഇതിപ്പോ ഇങ്ങനെ ഇൻസ്റ്റന്റ് കിട്ടുമെങ്കിൽ പിന്നെ അത് തിരിക്കേണ്ട കാര്യമില്ല. അവര് പറഞ്ഞത് ഈ വറവ് കടക്കാർ മേടിക്കും, അവർക്ക് മരത്തിന്റെ വേണം ബലം. അപ്പൊ അതുകൊണ്ട് അവര് മേടിച്ചോണ്ട് പോകണമെന്ന്. പക്ഷെ രണ്ടും ഒരു ദിവസം മേടിച്ചു പോയി. അല്ലെങ്കിൽ ഇവളിപ്പോ ആ ദിവസം അത് കൊണ്ടുവരും. തലേ ദിവസം ഇവള് വൈകുന്നേരം കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഈ സാധനം മേടിക്കൂലായിരുന്നു. ഇവള് കൊണ്ടുവന്നതിന് നല്ല കടുപ്പമുണ്ട്, നല്ലതാ, വളരെ നല്ലതാ, വളരെ സ്മൂത്തും ആട്ടോ. അങ്ങനെയാണ്. പിന്നെ ആരോ ഒരാൾ നോക്കട്ടെ, കവടിപ്പാത്രം ആരോ ഒരാൾ പറഞ്ഞായിരുന്നു, ഷൈനി സുരേഷ്. ആ പുള്ളിക്കാരി ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്. പുള്ളിക്കാരി പറഞ്ഞായിരുന്നു ഇങ്ങനെ കവടിപ്പാത്രത്തിന് ലിങ്ക് ഇട്ട് തരാം, അത് അടിച്ചു നോക്കി കുക്ക് വെയർ. ഞാനത് നോക്കിയപ്പോ ഒരുപാട് വന്നു കേട്ടോ. ഞാൻ മേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വേറെ കുറച്ച് സെറാമിക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോ നിങ്ങളെ കാണിച്ചു തരാം. പറഞ്ഞായിരുന്നു മോളെ ഇത് ഓർഡർ ഇട്ട് വരുത്തുവാണെങ്കിൽ ഒന്ന് പറയാനോട്ടോ എന്ന് പറഞ്ഞായിരുന്നു. ഓർഡർ ഇട്ടിട്ടില്ല കേട്ടോ. ഇല്ല കണ്ടു കേട്ടോ, പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ കണ്ടു. അപ്പൊ വിവരം പറഞ്ഞതിന് താങ്ക്സ് ഉണ്ട്. കാരണം അത് ഇനാമൽ കുക്ക് വെയർ അങ്ങനെ എന്തോ സെർച്ച് ചെയ്യാനാണ് ചേച്ചി പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാ ചെയ്തല്ലേ. അപ്പൊ അന്നേരം കൊറേ വന്നു കേട്ടോ. ഓക്കെ, പറഞ്ഞു തന്നതിൽ സന്തോഷം. നമ്മൾ മീൻ വറുത്തിട്ട് നോൺ സ്റ്റിക്ക് തവ കഴുകണം നമ്മുടെ രീതി കാണിച്ചപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കഴുകണം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തന്നോ എന്ന് പറഞ്ഞ് ഒരുപാട് അഭിപ്രായങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. പ്രില്ലൊഴിച്ച് കഴുകണതുണ്ട്, അതിനുശേഷം ആട്ടപ്പൊടി ഇട്ട് കഴുകണത് എഴുതിയിട്ടുണ്ട്. അപ്പം തുടയ്ക്കണതും കഴുകണതും ഉണ്ട്. ഒരുപാട് രീതിയിൽ ആട്ടപ്പൊടിയൊക്കെ ഇടുമ്പോൾ അതിലേക്ക് അങ്ങ് ഇതായിട്ട് നന്നായിട്ട് നീറ്റായി കിട്ടും. അപ്പൊ നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങനെ വന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും അനുസരിച്ചും ഇനി ഇപ്പം മീൻ വറക്കണത് ഈസ്റ്ററിനേ ഉള്ളൂ. ആ സമയത്ത് വറുത്തിട്ട് അതുപോലെ കഴിയേച്ച് നിങ്ങളോട് അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമുക്ക് കാണിക്കാം, ഷെയർ ചെയ്യാം, കാണിക്കാം. പിന്നെ നിങ്ങളിങ്ങനെ തുറന്ന് ഇത് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. കാരണം ഇങ്ങനെ തുറന്നുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളും നിങ്ങളോട് ഉള്ള സംഗതികൾ കിച്ചണിൽ കാണിക്കുന്നത് തുറന്നിങ്ങനെ നമ്മൾ കാണിക്കാറുണ്ടല്ലോ. അപ്പം നമ്മുടെ എല്ലാവരുടെ കിച്ചണിലും ഓരോ രീതിയിലല്ലേ പാചകങ്ങളും ക്ലീനിങ്ങുകളും തുടയ്ക്കൽ അങ്ങനെയുള്ള സംഗതികളെല്ലാം ചെയ്യണം. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് ഒരുപാട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്കും കിട്ടും, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കും കിട്ടും. അങ്ങനെയാണ്, അല്ലാണ്ട് നമ്മളാരും പൂർണ്ണരായിട്ടല്ലല്ലോ ഓരോ സംഗതിയും ചെയ്യണം. അപ്പം എനിക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നതിൽ
പറഞ്ഞു തന്ന സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം വളരെ സന്തോഷം കേട്ടോ. അപ്പം നിങ്ങളോട് ഈസ്റ്ററിന് ഇതുപോലെ വർക്കും പൊരിക്കും ഒക്കെ ചെയ്യുമ്പോൾ കാണിക്കാം. 2 ആഴ്ച ആയോളൂ ഇപ്പൊ തുടങ്ങിയിട്ട്, അങ്ങനെ നൊയമ്പ് കിടക്കുവാണ്. ചിന്തയൊന്നും തുടങ്ങിയില്ല, എനിക്ക് ചിന്തയൊന്നുമില്ല. കാരണം വെജിലേക്ക് മാറിയപ്പോൾ ചാഞ്ചാട്ടം ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതായത് യൂട്യൂബില് പലരും മീനും ഇറച്ചിയുടെ അപ്പയ്ക്ക് അങ്ങനെ കമ്പയില്ല, മീൻ പൊള്ളിക്കുന്നത് കാണിക്കുമ്പോ എന്നോട് പറയാട്ടോ മുട്ടയും പൊള്ളിക്കാതെ അപ്പൊ ഗതി കെട്ടു അവിടെ വരെ എത്തി മുട്ടയെങ്കിലും വന്ന് കിട്ടിയാ അപ്പൊ ഇവിടെ ഇതില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുവാണ് ഈസ്റ്റർ ആകുമ്പോൾ നിങ്ങളെ എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒക്കെ നല്ല രീതിയിൽ. പിന്നെ വേറൊരു കാര്യം, അതിലൊക്കെ പ്രധാനമുള്ളൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നമ്മളതിനെപ്പറ്റി സംസാരിച്ചില്ല. നമ്മുടെ വിദേശത്തുള്ള അവിടെ എല്ലാം യുദ്ധം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഒരുപാട് ബന്ധുമിത്രാദികള്, നമ്മുടെ അയൽവക്കക്കാര്, നമ്മുടെ സ്നേഹിതര്, നമ്മുടെ പല വ്യക്തികളും, ഒരുപാട് ബന്ധുമിത്രാദികൾ, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വിദേശത്ത്, അബുദാബി, ദുബായ്, ഖത്തർ, ബഹ്റിൻ, അങ്ങനെ സൗദി, അങ്ങനെ എല്ലാം അവിടുത്തെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും സേഫായി എല്ലാവരോടും അപ്പം ഇതിൽ മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്. ഞാനും പലരോടും മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പുറത്തുണ്ട്. അപ്പം ഇവിടെ ഉള്ളവർ ഇഷ്ടം പോലെയുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം നമ്മളോട് പറയണത്, ചാച്ചാ ഞങ്ങളെല്ലാം സേഫായിട്ടിരിക്കുക എന്നാണ് നമ്മളോട് മെസ്സേജിൽ തിരിച്ച് തന്നത്. എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. നമുക്ക് എല്ലാവരുടെ ഇതിനു വേണ്ടിയും യുദ്ധമൊക്കെ പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാം. അതല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പ്രത്യേകിച്ച് നൊയമ്പ് കാലവും ചൂടുകാലവും ഒക്കെ അല്ലേ. അപ്പം നമുക്ക് നന്നായിട്ട് മുട്ടിപ്പായിട്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പം അത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ.